അടുത്ത കാലത്തായി കേരള രാഷ്ട്രീയത്തിൽ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ പിണറായി വിജയനും കുടുംബവും വലിയ വലിയ കേസുകളിൽപ്പെട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇവിടെ വട്ടമിട്ട് പറക്കാൻ തുടങ്ങിയതോടെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി പൂർണ്ണമായും BJP ഭക്തനായി എന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും കോൺഗ്രസ് നേതാക്കളെ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെ ഒരു RSS ഏജന്റായി മുദ്രകുത്താൻ മുഖ്യമന്ത്രി കാണിക്കുന്ന ഈ വ്യഗ്രത അത് വലിയ തമാശയായി തന്നെ തോന്നുകയാണ്. പൂരം കലക്കിയും BJPയെ ജയിപ്പിക്കാൻ കൂട്ടുനിന്നൊരു മുഖ്യമന്ത്രിക്ക് പകരം ലഭിച്ചത് കരുവന്നൂർ ബാങ്കിലെ വലിയ തട്ടിപ്പ് ആവിയാക്കിയതാണ്. ഇനിയും ഒരുപാട് പൂഴ്ത്തിവെക്കാൻ ഉണ്ട് എന്നിരിക്കെ കേന്ദ്രം കൂട്ടുനിൽക്കണമെങ്കിൽ പിണറായി അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ ഇങ്ങനെ വ്യാജബന്ധം ആരോപിക്കുന്നത് കാണുമ്പോൾ കേരളം യഥാർത്ഥത്തിൽ ചിരിക്കുകയാണ്. അതിന് VD സതീശൻ തന്നെ നല്ല രീതിയിൽ മറുപടി കൊടുത്തിട്ടുണ്ട്. അതോടെ പുതിയ വിജയൻ ആരാണ് എന്ന് മാത്രമല്ല, പഴയ വിജയൻ ആരാണെന്ന് കൂടി മലയാളികൾ വ്യക്തമായി അറിഞ്ഞിരിക്കുന്നു. VD സതീശൻ തിരിച്ചടിച്ചത് ഇങ്ങനെയാണ്. അതായത് 1977 RSSന്റെ പിന്തുണയിൽ മത്സരിച്ച് നിയമസഭയിലെത്തിയ MLA ആണ് പിണറായി വിജയൻ. അല്ലാതെ VD സതീശനല്ല അങ്ങനെ ചെയ്തത്. അന്ന് കാസർഗോഡ് ജില്ലയിലെ ഉദുമയിൽ CPM RSS സംയുക്ത സ്ഥാനാർത്ഥിയായിരുന്നു RSS നേതാവ് KG മാരാർ. അതേ KG മാരാർ EMSന് ബാഡ്ജ് കുത്തിക്കൊടുക്കുന്ന ചിത്രം ഇപ്പോഴും ലഭ്യമാണെന്നും മറക്കരുത്. പാലക്കാട് മത്സരിച്ച CPM സ്ഥാനാർത്ഥി ശിവദാസ മേനോൻ്റെ പ്രചരണ പരിപാടിയിൽ മുതിർന്ന BJP നേതാവ് LK അദ്വാനി പങ്കെടുത്തതും പിണറായി വിജയൻ നിഷേധിക്കില്ല. 1989 കോൺഗ്രസിനെ അട്ടിമറിക്കാൻ VP സിംഗിന് പിന്തുണ നൽകിക്കൊണ്ട് CPM നേതാക്കളായ EMSും ജ്യോതി ബസുവും LK അദ്വാനിക്കും അടൽ ബിഹാരി വാജ്പേയിക്കും ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങളും ഇന്ന് ഗൂഗിളിൽ പെട്ടെന്ന് പരതിയാൽ കിട്ടും. ഈ വിപ്ലവ പാരമ്പര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് RSSനോടൊരു ഘട്ടത്തിലും സന്ധി ചെയ്തിട്ടില്ല എന്നും വർഗീയതയെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചെന്നും പിണറായി വിജയൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പച്ചക്കള്ളം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM BJP സഖ്യം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന വെളിപ്പെടുത്തൽ നടത്തിയത് RSS മുഖപത്രമായ ഓർഗനൈസറിൻ്റെ മുൻ എഡിറ്റർ ബാലശങ്കറാണ്. അതിനെന്തു മറുപടി പറയാൻ പിണറായിക്കുണ്ട് എന്നുള്ള ചോദ്യമാണ് സതീശൻ ഉയർത്തിയത്. ആ സഖ്യത്തിൻ്റെ കാരണഭൂതൻ പിണറായി വിജയൻ തന്നെയാണ്, VD സതീശനല്ല. ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് സ്വകാര്യ വാഹനത്തിൽ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ RSS നേതാക്കളുമായി ശ്രീ M-ൻ്റെ മധ്യസ്ഥതയിൽ ചർച്ച നടത്തിയതും പിണറായി വിജയൻ എന്ന CPM നേതാവാണ്. VD സതീശനല്ല അങ്ങനെ ചെയ്തത്. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഇക്കാര്യം ചോദിച്ചപ്പോൾ മറുപടി പറയാതെ തലകുനിച്ചിരുന്ന മുഖ്യമന്ത്രിയുടെ പേരും പിണറായി വിജയൻ എന്നാണ്. ദേശീയപാത തകർന്നു വീണപ്പോൾ നാഗ്പൂരിലെ RSS ആസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായ നിതിൻ ഗഡ്കരിക്ക് ആമാടപ്പെട്ടിയും പൊന്നാടയുമായി പോയതും ഇതേ പിണറായി വിജയനാണ്, അല്ലാതെ VD സതീശനല്ല. നിർമ്മലാ സീതാരാമനുമായി ഡൽഹിയിൽ പുട്ടും കടലയും കഴിക്കാൻ പോയപ്പോൾ സംസ്ഥാന ഗവർണറെ കൂടെ കൂട്ടിയത് പിണറായി വിജയനാണ്, അല്ലാതെ VD സതീശനല്ല. അമിത്ഷാ പറഞ്ഞപ്പോൾ 90 ഡിഗ്രി കുനിഞ്ഞു നിന്ന് PM ശ്രീയിൽ ഒപ്പിട്ടുകൊടുത്ത ആളുടെ പേരും പിണറായി വിജയൻ എന്നാണ്, അതും VD സതീശൻ എന്നല്ല. ഒരു ഘട്ടത്തിൽ RSS വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടും എല്ലാ ഘട്ടത്തിലും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും മനോരമ ചാനലിന് അഭിമുഖം നൽകിയ ആളുടെ പേരും പിണറായി വിജയൻ എന്ന് തന്നെയാണ്, VD സതീശൻ എന്നല്ല. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരായ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങൾ ഒഴിവാക്കുന്നതിന് പകരം BJP സംസ്ഥാന അധ്യക്ഷൻ പ്രതിയാകേണ്ടിയിരുന്ന കൊടകര കുഴൽപ്പണ കേസ് അട്ടിമറിച്ചതും പിണറായി വിജയനാണ്, അല്ലാതെ VD സതീശനല്ല. അങ്ങനെ വെറുതെ ചൊറിയാൻ പോയ മുഖ്യമന്ത്രിക്ക് കിട്ടിയത് നല്ല തിരിച്ചടി തന്നെയാണ്. സതീശനും പിണറായിയും തമ്മിലുള്ള വ്യത്യാസവും ശുദ്ധമായ കൈകളിലെ ആ കറയും ഒന്നുകൂടി ഈ നാട്ടിലെ ജനങ്ങൾ അറിഞ്ഞു എന്ന് മാത്രമാണ് ഇതിലെ ലാഭം.